ഹായ്, ഇന്ന് ഹ്യൂമൻ ന്യൂറൽ സിസ്റ്റം അതിൻ്റെ ഡിവിഷൻ അതാണെന്ന് എടുക്കാൻ പോകുന്നത്. ഡിവിഷൻ ഓഫ് ന്യൂറൽ സിസ്റ്റം. ന്യൂറൽ സിസ്റ്റം രണ്ടായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. CNS ആൻഡ് PNS, ദാറ്റ് ഈസ് സെൻട്രൽ ന്യൂറൽ സിസ്റ്റം ആൻഡ് പെരിഫറൽ ന്യൂറൽ സിസ്റ്റം. സെൻട്രൽ ന്യൂറൽ സിസ്റ്റത്തിന് ഉള്ളത് ബ്രെയിനും സ്പൈനൽ കോഡുമാണ്. പെരിഫറൽ ന്യൂറൽ സിസ്റ്റത്തിൽ ഉള്ളത് സൊമാറ്റിക് ന്യൂറൽ സിസ്റ്റവും ഓട്ടോണോമസ് neural system, autonomic neural system. First one is the central neural system. Central neural systemത്തിൽ മെയിനായിട്ടുള്ളത് ബ്രെയിനാണ്. ക്രേനിയത്തിൻ്റെ ഉള്ളിലാണ് ബ്രെയിൻ കാണുന്നത്, പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ്. അതുപോലെ 3 ലെയർഡ് ആയിട്ടുള്ള ഒരു കവറിങ് ഉണ്ട്, ആൻഡ് ദാറ്റ് കവറിങ് ഇസ് കോൾഡ് മെനിഞ്ചസ്, ക്രേനിയൽ മെനിഞ്ചസ്. 3 ലെയർഡ് കണക്റ്റീവ് ടിഷ്യൂ മെംബ്രെയിൻ കോൾഡ് ക്രേനിയൽ മെനിഞ്ചസ്. 3 ലെയേഴ്സിൻ്റെ മെനിഞ്ചസിൻ്റെ 3 ലെയേഴ്സ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ഔട്ടർ ഡ്യൂറാ മാറ്റർ, മിഡിൽ അറാക്കനോയിഡ് മാറ്റർ ആൻഡ് ഇന്നർ പിയ മാറ്റർ. ഓക്കെ, ഇന്നർ പിയ മാറ്റർ, മിഡിൽ അറാക്കനോയിഡ് മാറ്റർ ആൻഡ് ഔട്ടർ ഡ്യൂറാ മാറ്റർ. ദീസ് 3 ലെയേഴ്സ് ഫോംസ് ദ മെനിഞ്ചസ്. ഈ സ്പേസസിൻ്റെ ഇടയ്ക്ക്, ഈ ലെയേഴ്സിൻ്റെ ഇടയ്ക്ക് മെയിനായിട്ടും സ്പേസ് ബിറ്റ്വീൻ പിയ മാറ്റർ ആൻഡ് അറക്കനോയിഡ് മാറ്റർ, അതിൻ്റെ ഇടയ്ക്ക് സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് ഉണ്ട്. ഓക്കെ, പിയ മാറ്ററിൻ്റെയും അറക്കനോയിഡ് മാറ്ററിൻ്റെയും ഇടയ്ക്ക് സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് ഉണ്ട്, അല്ലെങ്കിൽ CSF എന്ന് പറയും, സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ്. ദ വെൻട്രിക്കിൾസ് ഓഫ് ബ്രെയിൻ ആർ ഓൾസോ ഫിൽഡ് വിത്ത് CSF. ബ്രെയിനിൻ്റെ വെൻട്രിക്കിൾസും CSF കൊണ്ട് ഫിൽ ചെയ്തിരിക്കുകയാണ്. ഓക്കെ, സബ് അരക്കനോയിഡ് സ്പേസ് കാണുന്നുണ്ട്, ആ ബ്ലൂ കളറിൽ കാണുന്നതാണ് ഈ പറയുന്ന CSF എന്ന് പറയുന്നത്. ഈ കാണുന്നതാണ് ബ്രെയിനിൻ്റെ വെൻട്രിക്കിൾ എന്ന് പറയുന്നത്, ബ്രെയിനിലെ ക്യാവിറ്റി. ആ ക്യാവിറ്റിയിലും എന്തുണ്ട്? CSF ഉണ്ട്, സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് ഉണ്ട്. അതുപോലെ തന്നെ സ്പൈനൽ കോഡിൻ്റെ ഉൾഭാഗത്ത്, ഇതാണ് സ്പൈനൽ കോഡിൻ്റെ ഉൾഭാഗം എന്ന് പറയുന്നത്, ഇവിടെയും സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് ഉണ്ട്. അപ്പോൾ ബ്രെയിൻ എന്ന് പറയുമ്പോൾ ബ്രെയിനിന് ക്രീനിയൽ ക്യാവിറ്റിയുടെ ഉള്ളിലാണ് കാണുന്നത്. 3 ലെയർഡ് ആയിട്ടുള്ള മെനിഞ്ചസ് ലെയർ ഉണ്ട്, ഔട്ടർ ഡ്യൂറാ മാറ്റർ, മിഡിൽ അറക്കനോയിഡ് മാറ്റർ ആൻഡ് ഇന്നർ പിയ മാറ്റർ. ഇൻ ബിറ്റ്വീൻ ദ അറക്കനോയിഡ് മാറ്റർ ആൻഡ് പിയ മാറ്റർ there is a fluid called CSF or cerebrospinal fluid. The ventricles of brain also consists of CSF. പിന്നെ എവിടെയുണ്ട്? സ്പൈനൽ കോഡിൻ്റെ ഉള്ളിലുണ്ട്. ഇനി ബ്രെയിനിന് 3 ഡിവിഷൻസ് ആണുള്ളത്. ഫോർ ബ്രെയിൻ, അല്ലെങ്കിൽ അതർവൈസ് നോൺ ആസ് പ്രോസെൻസിഫാലൻ, ദെൻ മിഡ് ബ്രെയിൻ ഓൾസോ നോൺ ആസ് മീസെൻസിഫാലൻ, ആൻഡ് ദ ഹൈൻഡ് ബ്രെയിൻ ദാറ്റ് ഈസ് റോംബെൻസിഫാലൻ. ഓക്കെ, ഫോർ ബ്രെയിൻ, പ്രോസെൻസിഫാലൻ, midbrain, mesencephalon, hindbrain, rhombencephalon. Forebrain consists of mainly cerebrum, thalamus, hypothalamus. ഇത്രയുമാണ് ഫോർബ്രെയിൻ ഉള്ളത്. പിന്നെ ഈ കാണുന്നതാണ് മിഡ് ബ്രെയിൻ, ഫൈനലി ഹൈൻഡ് ബ്രെയിൻ. ഇനി ഫോർബ്രെയിൻ ആണ് ഏറ്റവും ആൻറ്റീരിയർ പാർട്ട് എന്ന് പറയുന്നത്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് സെറിബ്രം ആൻഡ് ഡയൻസിഫാലൻ. ഡയൻസിഫാലൻ മീൻസ് ഇത്രയും ഭാഗം, സെറിബ്രം ആൻഡ് ഡയൻസിഫാലൻ, ഇത്രയും ഭാഗം. ഡയൻസിഫാലൻ, സെറിബ്രം ഡയൻസിഫാലൻ എന്ന് പറയുമ്പോൾ, ഡയൻസിഫാലൻ എന്ന് പറയുന്നത് തലാമസ് ആൻഡ് ഹൈപ്പോതലാമസ് ആർ ടുഗെദർലി കോൾഡ് ആസ് ഡയൻസിഫാലൻ. ദെൻ ഫോർ ബ്രെയിനിൻ്റെ കൂടുതൽ നോക്കുമ്പോൾ സെറിബ്രമാണ് ഫസ്റ്റ് പാർട്ട്. ഇറ്റ് ഈസ് ദ ലാർജസ്റ്റ് പാർട്ട്. ഇറ്റ് ഈസ് 2 സെറിബ്രൽ ഹെമിസ്ഫിയേഴ്സ്, അല്ലേ, 2 ഹെമിസ്ഫിയേഴ്സ് ആയിട്ടാണ് ബ്രെയിൻ കാണപ്പെടുന്നത്. ആൻഡ് ഹെൽഡ് ടുഗെദർ ബൈ എ ട്രാക്ട് ഓഫ് നെർവ് ഫൈബർ. ഒരു നെർവ് ഫൈബർ കൊണ്ട് രണ്ടും കൂടി കണക്ട് ചെയ്തിട്ടുണ്ട്. റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ഹെമിസ്ഫിയേഴ്സ്, ഇതിൻ്റെ ക്രോസ് സെക്ഷനാണ് ഈ കാണുന്നത്. റൈറ്റ് ഹെമിസ്ഫിയറും ഉണ്ട്, ലെഫ്റ്റ് ഹെമിസ്ഫിയറും ഉണ്ട്. ഇത് ആർ കണക്റ്റഡ് ബൈ കോർപ്പസ് കെലോസം. ഈ കാണുന്നതാണ് കോർപ്പസ് കെലോസം എന്ന് പറയുന്നത്. ഈ നെർവ് ഫൈബർ ബാൻഡ്, ദിസ് നെർവ് ഫൈബർ ബാൻഡ് ഇസ് കോൾഡ് കോർപ്പസ് കെലോസം. ഇനി ഔട്ടർ പാർട്ട് ഓഫ് സെറിബ്രം ഇസ് കോൾഡ് സെറിബ്രൽ കോർട്ടെക്സ്. സെറിബ്രത്തിൻ്റെ ഔട്ടർ പാർട്ടിന് കോർട്ടെക്സ് എന്നും, കോർട്ടെക്സിൽ കൺവൾഷൻസ് ഉണ്ട്, ഡിപ്രഷൻസ്, കൺവൾഷൻസ്, അതായത് മടക്കുകൾ പോലെയാണ് കാണപ്പെടുന്നത്. ആൻഡ് ഈസ് ഫോംഡ് ഓഫ് ഗ്രേ മാറ്റർ. അതിൻ്റെ ഗ്രേ കളറിന് കാരണം
ന്യൂറോൺ സെൽ ബോഡീസ് ഉള്ളത് കൊണ്ടാണ്. ഗ്രേ കളർ ഇസ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് ന്യൂറോൺ സെൽ ബോഡീസ്. ഇന്നർ പാർട്ട് ഇസ് വൈറ്റ് മാറ്റർ. അപ്പോൾ സെറിബ്രൽ കോർട്ടക്സിൻ്റെ ഔട്ടർ പാർട്ട് ഗ്രേ മാറ്ററും ഇന്നർ പാർട്ട് വൈറ്റ് മാറ്ററും നോക്കിയേ നമുക്ക് കാണാൻ പറ്റും. ഔട്ടർ ഗ്രേ മാറ്റർ ആൻഡ് ഇന്നർ വൈറ്റ് മാറ്റർ. ദെൻ കംസ് ദ സെറിബ്രൽ കോർട്ടക്സ്. സെറിബ്രൽ കോർട്ടക്സിൽ മോട്ടോർ ഏരിയ ഉണ്ട്. ഇറ്റ് കൺട്രോൾസ് ദ വോളണ്ടറി മൂവ്മെൻറ്റ് ഓഫ് ദ മസിൽസ്. ദെൻ സെൻസറി ഏരിയ, ഇറ്റ് കൺട്രോൾസ് ദ ഫങ്ഷനിങ് ഓഫ് സെൻസ് ഓർഗൻസ് ആൻഡ് അസോസിയേഷൻ ഏരിയാസ്. It is neither clearly sensory nor motor. It is responsible for intersensory association, memory and communication. അപ്പോൾ മോട്ടോർ ഏരിയാസ് എന്ന് പറഞ്ഞാൽ കൺട്രോൾസ് ദ വോളണ്ടറി മൂവ്മെൻറ്റ്സ് ഓഫ് മസിൽ. നമ്മുടെ മസിൽസ് കൊണ്ട് എന്ത് ചെയ്യണം, എങ്ങനെ മസിൽസിനെ മൂവ് ചെയ്യിക്കണം, അതൊക്കെ കൺട്രോൾ ചെയ്യുന്ന, എന്ത് ചെയ്യണം അത് കൺട്രോൾ ചെയ്യുന്ന ഏരിയയാണ് മോട്ടോർ ഏരിയ എന്ന് പറയുന്നത്. സെൻസറി ഏരിയ എന്ന് പറഞ്ഞാൽ സെൻസ് ഓർഗൻസിലെ മേജർ സെൻസ് ഓർഗൻസിൻ്റെ അതിനെ കൺട്രോൾ ചെയ്യുന്നതാണ്, സെൻസ് ഓർഗൻ്റെ ഫങ്ഷനിങ്ങിനെ കൺട്രോൾ ചെയ്യുന്നതാണ് സെൻസറി ഏരിയ. ആൻഡ് ഫൈനലി അസോസിയേഷൻ ഏരിയ. അസോസിയേഷൻ ഏരിയ എന്ന് പറയുന്നത് ക്ലിയർ ആയിട്ട് സെൻസറി അല്ല മോട്ടറും അല്ല, എന്നാൽ അതിൻ്റെ രണ്ടിൻ്റെയും കൂടെയുള്ള ഇൻ്റർ സെൻസറി അസോസിയേഷൻ. സെൻസറി ഏരിയാസിൽ നിന്ന് എടുത്തിട്ട് അതിൻ്റെ കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ, അതുപോലെ മെമ്മറി, കമ്മ്യൂണിക്കേഷൻ, ഇതിനെയൊക്കെ കൺട്രോൾ ചെയ്യുന്നതാണ് അസോസിയേഷൻ ഏരിയ. ഓക്കെ. ഇനി ഇൻ്റഗ്രേറ്റഡ് ആക്ടിവിറ്റീസ്, ഡിഫറെൻറ്റ് സെൻറ്റേഴ്സ് ലൊക്കേറ്റ് ചെയ്യുന്നത് നമ്മുടെ സെറിബ്രത്തിലാണ്. ഇൻ്റലിജൻസ്, മെമ്മറി, ജഡ്ജ്മെൻറ്റ്, ലേണിംഗ്, തിങ്കിങ്, ആർട്ടിക്കുലേറ്റ് സ്പീച്ച്, ഇതിൻ്റെയൊക്കെ സെൻറ്റേഴ്സ്. അതായത് ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബൗദ്ധിക നിലവാരം, മെമ്മറി ഓർമ്മ, ജഡ്ജ്മെൻറ്റ് നമുക്കൊരു പ്രശ്നത്തിനെ അനലൈസ് ചെയ്ത് അതിനൊരു കൺക്ലൂഷൻ കണ്ടുപിടിക്കുക, ലേണിംഗ് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുക, തിങ്കിങ്, അതുപോലെ സ്പീച്ച്, ഇതിൻ്റെയൊക്കെ സെൻറ്റേഴ്സ് ഇരിക്കുന്നത് സെറിബ്രൽ കോർട്ടക്സിലാണ്. ഇത്രയുമാണ് സെറിബ്രത്തിനെ കുറിച്ച് പറയാനുള്ളത്. സെറിബ്രം എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ ബ്രെയിനിനെ മൂന്നായിട്ട് തിരിക്കാം: ഫോർ ബ്രെയിൻ, മിഡ് ബ്രെയിൻ ആൻഡ് ഹൈൻഡ് ബ്രെയിൻ. ഫോർ ബ്രെയിനിലുള്ളതാണ്, ഫോർ ബ്രെയിൻ ആൻറ്റീരിയർ പാർട്ടാണ്. ഇറ്റ് ഇസ് അതർവൈസ് നോൺ ആസ് പ്രോസെൻസിഫാലൻ. അവിടെ സെറിബ്രം, തലാമസ് ആൻഡ് ഹൈപ്പോതലാമസ്, സെറിബ്രം ആൻഡ് ഡയൻസിഫാലൻ അങ്ങനെയാണ് കോമൺ ആയിട്ട് പറയാം. സെറിബ്രം ഇസ് ദ ലാർജസ്റ്റ് പാർട്ട് ഓഫ് ദ ബ്രെയിൻ. It consists of two hemispheres, right and left hemispheres, and these two hemispheres are joined by, held together by a tract of nerve fiber that is called corpus callosum. Then outer part is called cerebral cortex. It has convulsions and depressions. നിറയെ മടക്കുകളുള്ള പോലെയാണ് കാണപ്പെടുന്നത്. It is formed of grey matter, and the inner part is formed of white matter. Then cerebral cortex consists of different areas, that is motor area, sensory area, association area, and also major activities. Like activities means physical activities എന്ന് പറയാൻ പറ്റില്ല. നമ്മുടെ മനുഷ്യർ എന്നുള്ളവരുടെ ഏറ്റവും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫങ്ഷനാണ് നമ്മുടെ തിങ്കിങ് കപ്പാസിറ്റി, എബിലിറ്റി ടു മേക്ക് ഡിസിഷൻസ്, എബിലിറ്റി ടു സ്പീച്ച്. അതൊക്കെ നമ്മുടെ ബ്രെയിനിനെയാണ് കൺട്രോൾ ചെയ്യുന്നത്. ഇതൊക്കെയാണ് നമ്മളെ മനുഷ്യരായിട്ട് നിലനിർത്തുന്നത്. അപ്പോൾ ആ പ്രോപ്പർട്ടീസിനെയൊക്കെ കൺട്രോൾ ചെയ്യുന്നത് ഈ സെറിബ്രൽ കോർട്ടക്സ് ആണ്. ഇൻ്റലിജൻസ്, മെമ്മറി, ജഡ്ജ്മെൻറ്റ്, ലേണിംഗ്, തിങ്കിങ്, ആർട്ടിക്കുലേറ്റ് സ്പീച്ച്, ഇതൊക്കെ ഇപ്പോൾ ചിമ്പാൻസീസ് അവർക്കൊക്കെ കാണാൻ പറ്റും. പക്ഷെ മനുഷ്യൻ്റെ അത്രയും ബ്രെയിൻ കപ്പാസിറ്റി അവർക്കില്ല. ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള ബ്രെയിൻ കപ്പാസിറ്റി ഉള്ള ഓർഗാനിസംസിനെയാണ് മനുഷ്യൻ എന്നാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ അതിന് കാരണമായിട്ടുള്ള എല്ലാ സെൻറ്റേഴ്സ്, അതിന് കാരണമായിട്ടുള്ള സ്ട്രക്ചേഴ്സ് എന്ന് പറഞ്ഞാൽ സെറിബ്രമാണ്. നെക്സ്റ്റ് കംസ് ദ പ്രോസെൻസിഫാലൻ ദാറ്റ് ഇൻക്ലൂഡ്സ് തലാമസ് ആൻഡ് ഹൈപ്പോതലാമസ്. ഫസ്റ്റ് വൺ ഇസ് തലാമസ്. ഇറ്റ് ഇസ് എ സ്ട്രക്ചർ അറൗണ്ട് വിച്ച് ദ സെറിബ്രം റാപ്സ്. അപ്പോൾ ഈ തലാമസിന് ചുറ്റുമാണ് സെറിബ്രം ഇരിക്കുന്നത്. ഇറ്റ് ഈസ് എ കോർഡിനേറ്റിംഗ് സെൻറ്റർ ഓർ ഇറ്റ് ആക്ട്സ് ആസ് എ റിലേ സ്റ്റേഷൻ ഫോർ സെൻസറി ആൻഡ് മോട്ടോർ ഇമ്പൾസസ്. സെൻസറി ആൻഡ് മോട്ടോർ ഇമ്പൾസിനെ അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്യിക്കുന്ന ഒരു റിലേ സെൻറ്ററാണ്, ഒരു കോർഡിനേറ്റിംഗ് സെൻറ്ററാണ് തലാമസ് എന്ന് പറയുന്നത്. വൈൽ ഹൈപ്പോതലാമസ് ഇസ് സീൻ ബിലോ ദ തലാമസ്. കാണാമെന്ന് വിചാരിക്കുന്നു. തലാമസ് കാണാമല്ലോ. തലാമസിൻ്റെ താഴേക്കാണ് ഹൈപ്പോതലാമസ് കാണുന്നത്. ഇതാ
ഇത് രണ്ട് ഭാഗത്തും തലാമസ്, താഴെയായിട്ട് ഹൈപ്പോതലാമസ്. ഇറ്റ് റെഗുലേറ്റ്സ് ടെമ്പറേച്ചർ, തേഴ്സ്റ്റ്, ഹങ്കർ, ഇമോഷൻസ്. ഇതിനെയൊക്കെ കൺട്രോൾ ചെയ്യുന്ന ഹൈപ്പോതലാമസ് ആണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെന്നാണ് വിചാരിക്കുന്നത്. നമ്മുടെ തേഴ്സ്റ്റ്, അതുപോലെ തന്നെ വിശപ്പ്, അങ്ങനത്തെയുള്ള എല്ലാ ക്യാരക്ടേഴ്സിനെയും ഇപ്പോൾ ഡൈജഷനൊക്കെ പഠിക്കുമ്പോൾ നമുക്കറിയാം, അതിനെയൊക്കെ കൺട്രോൾ ചെയ്യുന്നത് ന്യൂറൽ ആസ് വെൽ എസ് എൻഡോക്രൈൻ സിഗ്നൽസാണ്, അല്ലെങ്കിൽ സെൻറ്റേഴ്സാണ്. ആ ന്യൂറൽ സെൻറ്റേഴ്സാണ് ഈ പറയുന്ന ഹൈപ്പോതലാമസ് എന്ന് പറയുന്നത്. ടെമ്പറേച്ചർ, തേഴ്സ്റ്റ്, ഹങ്കർ, ഇമോഷൻസ്. ഇറ്റ് ഓൾസോ സെക്രീറ്റ് ഹൈപ്പോതലാമിക് ഹോർമോൺസിനെ സെക്രീറ്റ് ചെയ്യും. ഓൾസോ ഹൈപ്പോതലാമസ് കൺട്രോൾസ് ദ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ബൈ റിലീസിങ് ഹോർമോൺസ്. ഹൈപ്പോതലാമസ് രണ്ട് തരത്തിലുള്ള ഹോർമോൺ ഉണ്ടാക്കും. ഒരു ഗ്രൂപ്പിനെയാണ് റിലീസിങ് ഹോർമോൺ എന്ന് പറയുന്നത്. ആ ഹോർമോണിൻ്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ വേറെ ഗ്ലാൻഡ്സിനെ അവരുടെ സെക്രീഷനെ റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇൻഡ്യൂസ് ചെയ്യുക. അപ്പോൾ അങ്ങനത്തെ റിലീസിങ് ഹോർമോണിനെയൊക്കെ ഹൈപ്പോതലാമസ് പ്രൊഡ്യൂസ് ചെയ്യും. എന്നിട്ട് പിറ്റ്യൂട്ടറിയൊക്കെ കൺട്രോൾ ചെയ്യും. അത് ഓൾസോ കൺട്രോൾസ് സ്ലീപ്പ്, വേക്ക്ഫുൾനെസ്, ഉണർന്നിരിക്കുകയാണോ ഉറക്കമാണോ ആ അവസ്ഥ, ബ്ലഡ് പ്രഷർ, ഹാർട്ട് റേറ്റ്, ഇതൊക്കെ കൺട്രോൾ ചെയ്യുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ഭാഗമാണ് നമ്മുടെ ഹൈപ്പോതലാമസ് എന്ന് പറയുന്നത്. ഏതൊക്കെയാണ്? ടെമ്പറേച്ചർ, തേഴ്സ്റ്റ്, ഹങ്കർ, ഇമോഷൻസ്, സ്ലീപ്പ്, വീക്ക്ഫുൾനെസ്, ബ്ലഡ് പ്രഷർ, ഹാർട്ട് റേറ്റ്, എക്സെട്ര. Then the inner parts of the cerebral hemispheres are a group of associated structures like amygdala, hippocampus, hypothalamus, etc. അപ്പോൾ സെറിബ്രൽ ഹെമിസ്ഫിയറിൻ്റെ ഉൾഭാഗത്ത് ഒരു ഗ്രൂപ്പ് ഓഫ് അസോസിയേറ്റഡ് സ്ട്രക്ചേഴ്സാണ് കാണുന്നത്. അതിനെയാണ് നമ്മൾ അമിഗ്ഡാല, എന്താ ഇതിൽ കാണാം, അമിഗ്ഡാല കാണുന്നുണ്ടല്ലോ അല്ലേ, ഹിപ്പോ ക്യാമ്പസ്, അമിഗ്ഡാല ചെറിയ പ്രൊജക്ഷൻ പോലത്തെ സാധനം, ഹിപ്പോ ക്യാമ്പസ്, അങ്ങനത്തെ സ്ട്രക്ചേഴ്സൊക്കെ കാണുന്നത്. ലിംബിക് സിസ്റ്റം അതൊക്കെ കാണുന്നത്, അല്ലെങ്കിൽ ലിംബിക് ലോബ് എന്ന് പറയും, ഇന്നർ പാർട്ടിലാണ്, സെറിബ്രൽ ഹെമിസ്ഫിയറിൻ്റെ ഇന്നർ പാർട്ടിലാണ്. ഇറ്റ് റെഗുലേറ്റ്സ് സെക്ഷുവൽ ബിഹേവിയർ, മെയിൻലി ലിംബിക് സിസ്റ്റം, ആൻഡ് മോട്ടിവേഷൻ, ഇമോഷൻസ്, അതായത് എക്സൈറ്റ്മെൻറ്റ്, പ്ലഷർ, റേജ്, ഫിയർ, അങ്ങനത്തെ എല്ലാ ഇമോഷൻസിനെയും ഒക്കെ കൺട്രോൾ ചെയ്യാൻ സഹായിക്കുന്ന സ്ട്രക്ചേഴ്സാണ് ഈ പറയുന്ന അമിഗ്ഡാല, ഹിപ്പോക്ലാമ്പസ്, ഹൈപ്പോതലാമസ്, ലിംബിക് സിസ്റ്റം, ഇതൊക്കെ. നെക്സ്റ്റ് കംസ് ദ മീസെൻസിഫാലൻ. മീസെൻസിഫാലൻ കൺസിസ്റ്റ് ഓഫ്, പ്രോസെൻസിഫാലനിൽ എന്തൊക്കെയായിരുന്നു? പ്രോസെൻസിഫാലനിൽ സെറിബ്രം, തലാമസ്, ഹൈപ്പോതലാമസ്. അടുത്തത് മിഡ് ബ്രെയിൻ. മിഡ് ബ്രെയിനിൽ മീസെൻസിഫാലനിൽ തലാമസ്, ഹൈപ്പോതലാമസ് ആൻഡ് പോൺസ്. എ കനാൽ, ഒരു കനാലുണ്ട്. കനാൽ മിഡ് ബ്രെയിനിൽ കൂടെ കടന്നു പോകുന്നതാണ്. ആൻഡ് ദാറ്റ് കനാൽ ഇസ് കോൾഡ് സെറിബ്രൽ അക്വീഡക്റ്റ്. ഈ കാണുന്നതാണ് സെറിബ്രൽ അക്വീഡക്റ്റ്. ഈ കാണുന്ന കനാൽ കാണുന്നുണ്ടല്ലോ, ദാറ്റ് കനാൽ ഇസ് നോൺ ആസ് സെറിബ്രൽ അക്വീഡക്റ്റ്. That passes through the midbrain. And midbrain consists of 4 rounded lobes called corpora quadrigemina. Midbrainൽ 4 റൗണ്ടഡ് ബോൾ ലൈക്ക് സ്ട്രക്ചേഴ്സ് ഉണ്ട്. ഇവിടെ 4 ബോൾ ലൈക്ക് സ്ട്രക്ചേഴ്സ് കാണാൻ പറ്റില്ല. അതിൻ്റെ പേരാണ് കോർപോറ ക്വാഡ്രിജെമിന. ദർ ആൻറ്റീരിയർ പെയർ ഇസ് ദ സെൻറ്റർ ഓഫ് വിഷ്വൽ റിഫ്ലക്സസ്. അവിടെ വിഷ്വൽ റിഫ്ലക്സസ്, കാണാനുള്ള റിഫ്ലക്സസിൻ്റെ സെൻറ്ററാണ്. ആൻഡ് പോസ്റ്റീരിയർ പെയർ ഇസ് ദ സെൻറ്റർ ഓഫ് ഓഡിറ്ററി റിഫ്ലക്സസ്, കേൾക്കാനുള്ളത്. അതാണ് കോർപോറ ക്വാഡ്രിജെമിന. അപ്പോൾ ആ രണ്ട് പുതിയ വാക്ക് ഓർത്തിരിക്കുക. സെറിബ്രൽ അക്വീഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ കനാൽ പാസ് ത്രൂ ദ മിഡ് ബ്രെയിൻ, വൈൽ കോർപോറ ക്വാഡ്രിജെമിന ഇസ് ദ 4 റൗണ്ടഡ് ലോബ്സ്. അതിനെയാണ് കോർപോറ ക്വാഡ്രിജെമിന എന്ന് പറയുന്നത്. ഇറ്റ് കൺട്രോൾസ് വിഷ്വൽ ആസ് വെൽ ആസ് ഓഡിറ്ററി റിഫ്ലക്സസ്. ആൻഡ് ഫൈനലി കംസ് ദ ഹൈൻഡ് ബ്രെയിൻ, also known as rhombencephalon. It consists of cerebellum, pons and medulla. Cerebellum, pons and medulla. This midbrain and hindbrain together forms the brainstem. Midbrainum hindbrainum കൂടി ആണ് brainstem എന്ന് പറയുന്നത്. ഇനി hindbrain അല്ലെങ്കിൽ rhombencephalonൽ it is also known as little cerebrum. ഇറ്റ് ഈസ് കൺവല്യൂട്ടഡ് സ്ട്രഫേഴ്സ്, ഇതിലും കൺവല്യൂട്ടഡ് ആയിട്ടുള്ള സെർവേഴ്സ് ഉണ്ട്. ആൻഡ് അക്കോമഡേറ്റ് മോർ ന്യൂറോൺസ്. ആ കൺവല്യൂഷൻസ് എന്ന് പറഞ്ഞാൽ
കൂടുതൽ ന്യൂറോൺസിനെ അക്കോമഡേറ്റ് ചെയ്യാനുള്ള ഒരു ടെക്നിക്കാണ്. ഇറ്റ് കോർഡിനേറ്റ് മസ്കുലർ ആക്ടിവിറ്റീസ് ആൻഡ് ബോഡി ഇക്വിലിബ്രിയം. എന്തിനാണ് കൺട്രോൾ ചെയ്യുന്നത്? മസിൽ ആക്ടിവിറ്റീസിനെയും ഇക്വിലിബ്രിയം കൺട്രോൾ ചെയ്യാനൊക്കെ. എന്നാണ് ഹൈൻഡ് ബ്രെയിൻ എന്ന് പറയുന്നത്, ഓൾസോ നോൺ ആസ് റോംബെൻസിഫാലം. Then it consists of fiber tract that interconnect different regions. It coordinates the activities of eye, ear and regulates respiration. അതാണ് പോൺസ് എന്ന് പറയുന്ന സ്ട്രക്ചേഴ്സ്. പോൺസ് എന്ന് പറയുന്ന സ്ട്രക്ചേഴ്സ് അതിൻ്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ആക്ടിവിറ്റീസ് ഓഫ് ഐ, ഇയർ ആൻഡ് ഓൾസോ ഇറ്റ് റെഗുലേറ്റ് റെസ്പിറേഷൻ. നമ്മൾ നേരത്തെ റെസ്പിറേഷൻ എന്നുള്ള ചാപ്റ്ററിൽ കണ്ടതാണ് റെസ്പിറേറ്ററി സെൻറ്റേഴ്സ് പോൺസിലുണ്ടെന്ന്. അപ്പോൾ പോൺസിൽ ഫൈബർ ട്രാക്സ് ഉണ്ട്, അതുകൂടാണ്ട് അവിടെ റെഗുലേറ്ററി റെസ്പിറേഷൻ്റെ സെൻറ്ററും ഉണ്ട്, ഐ, ഇയർ അതിൻ്റെയൊക്കെ റെഗുലേറ്റീവ് സെൻറ്റേഴ്സ് ഉണ്ട്. ഹൈൻഡ് ബ്രെയിനിൽ മെഡുല്ല ഒബ്ലോങ്ങേറ്റ. ഇറ്റ് ഈസ് കണക്റ്റഡ് ടു സ്പൈനൽ കോഡ്. മെഡുല്ല ഒബ്ലോങ്ങേറ്റ കണക്ട് ചെയ്തിരിക്കുന്നത് സ്പൈനൽ കോഡിലേക്കാണ്. മെഡുല്ല ഒബ്ലോങ്ങേറ്റ കൺട്രോൾസ് റെസ്പിറേഷൻ, കാർഡിയോവാസ്കുലർ റിഫ്ലക്സസ്, ഗ്യാസ്ട്രിക് സെക്രീഷൻസ്, പെരിസ്റ്റാൾസിസ് എക്സെട്ര. ഇതൊക്കെ നമ്മൾ നേരത്തെ ചാപ്റ്ററിൽ കണ്ടതാണ്. റെസ്പിറേഷൻ, കാർഡിയോവാസ്കുലർ റിഫ്ലക്സസ്, ഗ്യാസ്ട്രിക് സെക്രീഷൻ, ഗ്യാസ്ട്രിക് ഹോർമോണിൻ്റെയൊക്കെ സെക്രീഷൻ, അല്ലെങ്കിൽ ഡൈജസ്റ്റീവ് ജ്യൂസിൻ്റെ സെക്രീഷൻ, പെരിസ്റ്റാൾട്ടിക് മൂവ്മെൻറ്റ്, ഇതൊക്കെ. ഇറ്റ് ഓൾസോ കൺട്രോൾസ് സലൈവേഷൻ, വോമിറ്റിംഗ്, സ്നീസിങ് ആൻഡ് കഫിങ്. സലൈവേഷൻ, വോമിറ്റിംഗ്, സ്നീസിങ്, കഫിങ് ഇതിനൊക്കെ കൺട്രോൾ ചെയ്യുന്നത് മെഡുല്ല ഒബ്ലോങ്ങേറ്റയിലാണ്. അത് പഠിപ്പിച്ചപ്പോൾ ഞാൻ പറഞ്ഞതാണ് വോമിറ്റിങ്ങിൻ്റെയൊക്കെ സെൻറ്റേഴ്സ് ബ്രെയിനിലാണ്. ദെൻ കംസ് ദ സ്പൈനൽ കോഡ്. അതായത് സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലെ ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡാണ്. ബ്രെയിൻ കഴിഞ്ഞു, അടുത്തത് സ്പൈനൽ കോഡ്. ഇറ്റ് ഈസ് എൻക്ലോസ്ഡ് വിത്തിൻ ദ സ്പൈനൽ കനാൽ ഓഫ് ദ വേർട്ടിബ്രൽ കോളം. വേർട്ടിബ്രൽ കോളത്തിൻ്റെ ഉള്ളിൽ, നട്ടലിൻ്റെ ഉള്ളിലുള്ള കനാലിലാണ് നമുക്ക് സ്പൈനൽ കോഡ് കാണാൻ പറ്റുന്നത്. ഇറ്റ് ഈസ് ഓൾസോ പ്രൊട്ടക്റ്റഡ് ബൈ മെനിഞ്ചസ്. ഇവിടെയും മെനിഞ്ചസ് ലെയേഴ്സ് ഉണ്ട് ബ്രെയിനിലുള്ള പോലെ. ഇറ്റ് ഈസ് എ സെൻട്രൽ കനാൽ കണ്ടെയ്നിങ് CSF. അതിനൊരു സെൻട്രൽ കനാൽ ഉണ്ട്. ആ കനാലിൽ കൂടി എന്തൊഴുകുന്നുണ്ട്? സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് ഒഴുകുന്നുണ്ട്. ഇൻ ദിസ് കേസ് ഔട്ടർ ലെയർ ഇസ് വൈറ്റ് മാറ്റർ. പക്ഷേ ബ്രെയിനിൽ നമ്മൾ എന്താ പറഞ്ഞത്? ഔട്ടർ ഗ്രേ മാറ്റർ എന്നാണ് പറഞ്ഞത്, ആൻഡ് ഇന്നർ വൈറ്റ് മാറ്റർ. ഇവിടെ നേരെ തിരിച്ചാണ് വരുന്നത്, റിവേഴ്സിൽ. ഏതാണ്? സ്പൈനൽ കോഡിൽ ഔട്ടർ വൈറ്റ് മാറ്റർ ആൻഡ് ഇന്നർ ഗ്രേ മാറ്റർ. ഫങ്ഷൻ, സ്പൈനൽ കോഡിൻ്റെ ഫങ്ഷൻ കണ്ടക്ഷൻ ഓഫ് ഇമ്പൾസസ് ടു ആൻഡ് ഫ്രം ദ ബ്രെയിൻ. ബ്രെയിനിലേക്കും ബ്രെയിനിൽ നിന്നുമുള്ള ഇമ്പൾസസിനെ കണ്ടക്ട് ചെയ്യാം. സെൻറ്റർ ഫോർ സ്പൈനൽ റിഫ്ലക്സസ്, സ്പൈനൽ റിഫ്ലക്സ് കൺട്രോൾ ചെയ്യാം. ചില നെർവ്സ് ഉണ്ട്, ദേ ആർ ഒറിജിനേറ്റഡ് ഫ്രം സ്പൈനൽ കോഡ്, ദാറ്റ് ഇസ് കോൾഡ് സ്പൈനൽ നെർവ്സ്. അപ്പോൾ അതിനെയൊക്കെ കൺട്രോൾ ചെയ്യാം. ഇത്രയുമാണ് സ്പൈനൽ കോഡിൻ്റെ ഫങ്ഷൻ. ഇത്രയുമാണ് നമ്മൾ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ പറയുന്നത്. സെൻട്രൽ നെർവസ് സിസ്റ്റം എന്ന് പറയുമ്പോഴത്തേക്കും അതിൽ ബ്രെയിനും സ്പൈനൽ കോഡുമാണുള്ളത്. ബ്രെയിനിനെ ക്രേനിയത്തിൻ്റെ ഉള്ളിലാണ് കാണപ്പെടുന്നത്. ഇറ്റ് ഈസ് കവേർഡ് ബൈ മെനിഞ്ചസ്. മെനിഞ്ചസ് എന്ന് പറഞ്ഞ ലെയറുണ്ട്, 3 ലെയർ ആണ്. മെനിഞ്ചസിൻ്റെ ഇടയ്ക്കുള്ള സ്പേസ് ഇസ് ഫിൽഡ് വിത്ത് സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ്. ദെൻ ഫോർ ബ്രെയിനിൽ വേറെ ഉള്ളതാണ് പ്രോസെൻസിഫാലിനുള്ളതാണ് സെറിബ്രം. അതാണ് ആൻറ്റീരിയർ പാർട്ട്, ഏറ്റവും വലിയ പാർട്ടാണ്. സെറിബ്രൽ ഹെമിസ്ഫിയേഴ്സ് ഉണ്ട്, അതിൻ്റെ ഇടയ്ക്ക് ഒരു ട്രാക്റ്റ് ഉണ്ട്, ആൻഡ് ദാറ്റ് നെർവ് ട്രാക്റ്റ് ഇസ് കോൾഡ് കോർപ്പസ് കലോസം. ദെൻ ഫോർ ബ്രെയിനിൽ സെറിബ്രൽ കോർട്ടക്സ് ഉണ്ട്. സെറിബ്രൽ കോർട്ടക്സിലും ധാരാളം കൺവൽഷൻസ് ഉണ്ട്. ഗ്രേ മാറ്റർ, വൈറ്റ് മാറ്റർ. ബ്രെയിനിൻ്റെ ഔട്ടർ കോർട്ടക്സ് ലെയർസ് ഗ്രേ മാറ്റർ, അതിൻ്റെ ഉള്ളിലുള്ളത് വൈറ്റ് മാറ്റർ. പക്ഷേ സ്പൈനൽ കോഡിൻ്റെ വരുമ്പോൾ നേരെ തിരിഞ്ഞും വരും. പിന്നെ മോട്ടോർ ഏരിയ ഉണ്ട്, സെൻസറി ഏരിയ, അസോസിയേഷൻ ഏരിയ. ദെൻ മേജർ ഇൻ്റലിജൻസ് റിലേറ്റഡ് പ്രോസസ്സ്, അതായത് ഇൻ്റലിജൻസ്, മെമ്മറി, ജഡ്ജ്മെൻറ്റ്, ഇതിനൊക്കെ സിഗ്നൽ ഇരിക്കുന്നത് സെറിബ്രത്തിലാണ്. ദെൻ കംസ് ദ തലാമസ്. ഇറ്റ് ഈസ് എ സ്ട്രക്ചർ ഫൗണ്ട് in which the cerebrum wraps. സെറിബ്രത്തിൻ്റെ പുറമേ ആയിട്ട് കാണുന്ന ഭാഗമാണ് തലാമസ്. ഇറ്റ് ഹാസ് എ കോർഡിനേറ്റിംഗ് സെൻറ്റർ ഫോർ സെൻസറി ആൻഡ് മോട്ടോർ ഇമ്പൾസസ്. അതിനൊരു സെൻസറി ആൻഡ് മോട്ടോർ ഇമ്പൾസസിനെ കോർഡിനേറ്റ് ചെയ്യാനുള്ള സെൻറ്റേഴ്സും ഉണ്ട്. ദെൻ കംസ് ദ ഹൈപ്പോതലാമസ്. ടെമ്പറേച്ചർ, തേഴ്സ്റ്റ്, ഹങ്കർ, ഇമോഷൻസിനെയൊക്കെ
കൺട്രോൾ ചെയ്യുന്നു. അതുപോലെ സ്ലീപ്പ്, വീക്ക്ഫുൾനെസ്, ബ്ലഡ് പ്രഷർ, ഹാർട്ട് റേറ്റ്, അതിനൊക്കെ കൺട്രോൾ ചെയ്യുന്ന ആൾക്കാരാണ് ഹൈപ്പോതലാമസ്. ദെൻ പ്രോസെൻസിഫാലനിൽ അമിഗ്ഡാല, ഹിപ്പോ ക്യാമ്പസ്, ഹൈപ്പോതലാമസ് ഒക്കെ ഉണ്ട്, ലിംബിക് സിസ്റ്റം ഒക്കെ ഉണ്ട്. ഇറ്റ് റെഗുലേറ്റ് സെക്ഷുവൽ ബിഹേവിയർ, മോട്ടിവേഷൻ, ഇമോഷൻ, അതിനൊക്കെ കൺട്രോൾ ചെയ്യുന്നത് ഈ പറഞ്ഞ സ്ട്രക്ചേഴ്സാണ്. ദെൻ മിഡ് ബ്രെയിനിൽ തലാമസ്, ഹൈപ്പോതലാമസ്, പോൺസ് ആണുള്ളത്. അതിൽ പോൺസ് എന്ന് പറഞ്ഞാൽ മേജറായിട്ടും റെസ്പിറേറ്ററി സെൻറ്റർ ഉണ്ട്. പിന്നെ കനാൽ ഒരു സെറിബ്രൽ അക്യൂഡക്റ്റ് ഉണ്ട്. ഇറ്റ് പാസസ് ത്രൂ ദ മിഡ് ബ്രെയിൻ. മിഡ് ബ്രെയിൻ കൺസിസ്റ്റ് ഓഫ് 4 ലോബ്സ്, 4 ലോബുണ്ട്. ദാറ്റ് ഇസ് കോൾഡ് കോർപ്പോറ ക്വാഡ്രിജെമിന. അപ്പോൾ അത് വിഷ്വൽ റിഫ്ലക്സിനെയും ഹിയറിംഗ് റിഫ്ലക്സിനെയും കൺട്രോൾ ചെയ്യുന്നതാണ്. ദെൻ ഹൈൻഡ് ബ്രെയിൻ, സെറിബെല്ലം, പോൺസ്, മെഡുല്ല. സെറിബെല്ലം is otherwise known as little cerebrum, convoluted surface ഉണ്ട്. So it coordinate muscular activities and body equilibrium. Then pons varoli, it consists of fiber tract and interconnected with different regions of the brain. It coordinates activities of eye and ear and regulate respiration. Then spinal cord, it controls respiration, cardiovascular reflex, gastric secretion എല്ലാം കൺട്രോൾ ചെയ്യുന്നു. ഇറ്റ് ഈസ് എൻക്ലോസ്ഡ് വിതിൻ ദ സ്പൈനൽ കനാൽ. സ്പൈനൽ കനാലിൻ്റെ ഉള്ളിലാണ് കാണുന്നത് ഓഫ് വെർട്ടിബ്രൽ കോളം. ഇറ്റ് ഈസ് ഓൾസോ പ്രൊട്ടക്റ്റഡ് ബൈ മെനിഞ്ചസ്. 3 മെനിഞ്ചസ് ലെയർ ഉണ്ട്. ഒരു സെൻട്രൽ കനാലുണ്ട്, അവിടെയും CSF നമുക്ക് കാണാൻ പറ്റും. ഇത്രയുമാണ് നമുക്ക് ഈ ക്ലാസ്സിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്.